ഹൈ മണ്ഡലമാസൊക്കെ ആയിട്ട് പാട്ടൊക്കെ വെച്ച് രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? അതല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? എപ്പോഴും ഫാസ്റ്റ് നമ്പർ കേട്ട് മടുത്തു. പ്ലേലിസ്റ്റിൽ കുറച്ചായി ഇപ്പൊ സമയം കിടക്കട്ടു. അപ്പൊ ഇപ്പൊ ഓണപ്പോക്ക് എങ്ങോട്ടാന്നല്ലേ? എന്റെ ഗ്രാജുവേഷന് ചേട്ടൻ വന്നു. പക്ഷെ ചേട്ടന്റെ ഗ്രാജുവേഷൻ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേട്ടന്റെ കോളേജെങ്കിലും പോയി കണ്ടുവരാം. അല്ല കണി കണ്ട കിളി പോയ പരിപാടിക്കൊക്കെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ നിങ്ങൾക്കുണ്ടോ? അല്ല എനിക്കുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. പറക്കാൻ പോകുന്നു, ഒരു സാധനം പറക്കാൻ പോകുന്നു. ഗൈസ്, ഈ മന്ദബുദ്ധി കാണിക്കാൻ സമ്മതിച്ചില്ല. എങ്ങനെയുണ്ട്? ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ അല്ലേ നീ ഇത് കണ്ടിട്ടുണ്ടോ നേരിട്ട്? പോയി പറിച്ചുണ്ടോ ഇത്? ഗൈസ്, ഇവിടെ കൊറേ ഉണ്ട് ഗൈസ്. അത് കണ്ടോ ഈ അങ്ങനെ ഞാൻ പറിച്ചു. അപ്പൊ ഇങ്ങനത്തെ ബോയ് ഫ്രണ്ട് നിങ്ങൾക്കുണ്ടോ? അങ്ങനെ വെസ്ന്ന് നമ്മളൊരു കട കണ്ടുപിടിച്ചതൊന്നല്ല, മുരുകൻ ഇഡ്ഡലി കടക്കായിരുന്നു നമ്മൾ പോകേണ്ട സ്ഥലത്തിന് മുമ്പേ മാപ്പ് ഇട്ട സ്ഥലം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അറിയാണ്ട് ഒരു നെയ്റോസ്റ്റ് ഓർഡർ ചെയ്തു. അപ്പോഴാണ് എൻ്റെ അടുത്ത് കിടി പറയണേ, ഇഡ്ഡലി കടയിൽ വന്നിട്ട് നീ ഇഡ്ഡലി കഴിക്കാണ്ട് ഇവിടുത്തെ ഫേമസ് ഇഡ്ഡലി അല്ലടാ, ഇഡ്ഡലി നീ സാപ്പിട്ട് പാറ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? പൊടി ഇഡ്ഡലി മേടിച്ചു, സാദാ ഇഡ്ഡലി മേടിച്ചു. അതുപോലെ തന്നെ നല്ല സെറ്റ് മുരുന്നിരിക്കുന്ന വട കിട്ടി. പിന്നെ കുറച്ച് ഹൽവയും കഴിച്ച് സമാധാനമായി. ഇപ്പോൾ എല്ലാവരും വെല്ലൂർ വഴിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും പോയിട്ട് മുരുകൻ ഇഡ്ഡലിക്കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കേണ്ടതാണ്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അവിടുത്തെ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കുറേ നല്ല കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പോകുന്ന സമയത്ത് അയ്യോ, എരുമയാണോ പോത്താണോ എന്നറിയില്ല. 1 2 3 4 5 അയ്യോ, എൻ്റെ 5 വർഷം പോയി. അങ്ങനെ 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ VIT വെല്ലൂരിലെത്തിയിരിക്കുകയാണ്. കോളേജിലെത്തി നേരെ നെസ്കഫേയിലോട്ടാണ് പോയത്. അപ്പൊ ഇതാണ് നമ്മുടെ കിടി പഠിച്ച കോളേജ്, VIT. എത്ര പേര് VITയിൽ പഠിച്ചിട്ടുണ്ട്? കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാനില്ല ഗൈസ്. ഇന്നത്തെ താരം നമ്മുടെ കിടിയാണ്. കിടിയുടെ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് പോവാം. അവൻ്റെ കോളേജിൽ പോയിട്ട് ഏറ്റവും പേടി അവനേക്കാൾ എനിക്കായിരുന്നു. ദൈവമേ, എൻ്റെ അടുത്ത് ഇനി ആരെങ്കിലുമൊക്കെ ചോദിക്കുമോ പാട്ട് പാടിക്കുമോ എന്നൊക്കെ. From the Deacon's Business School, Australia, and now works as an associate lead SaaS engineer at Temenos in Chennai. For business presentation, I'm very used to that. I have a PPT with me. I can just load the PPT. I can just. ഇവൻ നമ്മ വിചാരിച്ച ആളായിരുന്നില്ല ഗൈസ്. കോളേജിലെ വലിയ എൻ്റെ കൽബിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരനായിരുന്നു ഗൈസ്. So she's my fiancée, so we got engaged with this group because she's a singer, a dancer, reality show finalist, and ഷീസ് മൈ വൈഫ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫീലായിരുന്നു എനിക്ക് ഷീസ് മൈ ഫിയാൻസെ എന്ന് അവൻ്റെ വായന്ന് കേട്ടപ്പോൾ ഉണ്ടായത്. അതും പോരാണ്ട് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടും കൂടെ. അപ്പോട്ടാ ഞാൻ വീണ് ഗൈസ്. അകമഴുകും മയിലിണകൾ കുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ ഇന്നുയിരിൽ വിടരും പനിമലർ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാടി. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി എല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ പാട്ട് പാടി. അതായിരുന്നു അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടു. കിടീൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, അവളെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ആളെയൊക്കെ വിളിച്ചു, ആളെ കണ്ടു, കുറേ സംസാരിച്ചു. ആ സമയത്താണ് മുറ്റത്തൊരു മൈന എന്ന് പറയുന്ന പോലെ മതിലും മേലൊരു മൈന. ഒറ്റ മൈനനെ കാണാൻ പാടില്ല എന്നാണ് പിന്നെ എന്നെ തോണ്ടി കാണിച്ച കിടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടുത്തെ ഫുഡ് സ്ട്രീറ്റിൽ പോയി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കോളേജിൽ ചെന്നപ്പോൾ തുടങ്ങി എൻ്റെ ക്വസ്റ്റ്യൻ കൊണ്ട് വല്ലാത്ത തൊല്ലയായിരുന്നു കിടിക്ക്. കിടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ട് ഏതാണ്, കോളേജിൽ വരുമ്പോൾ എന്താണ് ഭക്ഷണം കഴിക്കാറ്, ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതായിരുന്നു, എന്തായിരുന്നു അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പാവം കിടി എല്ലാത്തിനും ആൻസർ ചെയ്ത് മടുത്തു.
അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നൊക്കെ കോളേജ് കാണാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ പിന്നെ വയ്യാണ്ടായി, ഏക്കർ കണക്കിന് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കൊണ്ട് നമ്മൾ പിന്നെ കാറിലായി സഞ്ചാരം. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് കോളേജ് ഒന്ന് മടങ്ങുവാണ് ഗൈസ്, മടങ്ങുവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം ഒക്കെ പാടി. അതാണ് അത്. ആ പാട്ടൊക്കെ പാടി ഭയങ്കര വൈറലായി. ഏതോ വർഷത്തിൽ വൈറലായ സാധനം പിന്നെ നമ്മൾ വൈറലാക്കി അല്ലേ. ഇന്ന് VIT പോയിട്ട്, അതെ, ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ടൈം VITയിൽ പോയി പെർഫോം ചെയ്ത ഒരു പാട്ടാണ് നമ്മുടെ തനിമ. ഓണം ഫെസ്റ്റ് ആയിരുന്നത്, ഓണം ഫെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന് പാടിയതായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മുടെ അവിടുത്തെ ഇപ്പോഴത്തെ പ്രൊഫസേഴ്സ് എല്ലാവരായാലും പെട്ടെന്ന് നിധിനെ കണ്ടപ്പോ ആദ്യം പറഞ്ഞത് ആ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ്. ആ പാട്ടിലാണ് നിധി അവിടെ ഭയങ്കര ഫേമസ് ആയത് ഗൈസ്. എന്ത് ചെയ്യാൻ, എനിക്ക് എന്റെ ഭാഗ്യം. എനിക്ക് പിന്നെ VIT പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സുധീർ സാറിനെയാണ്. സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഗായത്രി മാം അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പുതിയതായിട്ടൊരു സ്ഥലത്ത് പോയ പോലെ എനിക്ക് തോന്നിയില്ല. നമ്മളൊരു എന്താ പറയുന്നത്, കുറേ നാളായിട്ട് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്ന ഒരു വൈബായിരുന്നു എനിക്ക് കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നടാ? കുറേ നാൾ കൂടിയിട്ടല്ലേ നീ പോയത്? 3 വർഷത്തേക്ക് അപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ വ്ലോഗ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ നിധി പഠിച്ച കോളേജിൽ പോയി, കോളേജൊക്കെ കണ്ടു. നിധി എൻ്റെ കോളേജിൽ ഗ്രാജുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഗ്രാജുവേഷൻ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് അവനെ ഗസ്റ്റായിട്ട് നമ്മളിപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പോയി കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഹലോ, അതൊക്കെ എടുക്കണേ. കൊരങ്ങിനെ എടുക്കാന്ന് പറഞ്ഞിട്ട് കേക്കണില്ല ഗായ്സ്. കൊരങ്ങ മാന്തും കിട്ടി. മനുഷ്യൻ നല്ല അടിയായിരുന്നു. അപ്പൊ ഇത്രയുള്ളൂ ഗായ്സ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.